അൽ വഹദത്തുൽ ഖാമിസ, 4-ാം ക്ലാസ്സിലെ 5-ാമത്തെ യൂണിറ്റ്. അമലി ഫഖ്രി, എൻ്റെ ജോലി എൻ്റെ അഭിമാനമാണ്. അമലി എൻ്റെ ജോലി, ഫഖ്രി എൻ്റെ അഭിമാനമാണ്. ജോലികളെക്കുറിച്ചാണ് ഈ യൂണിറ്റിൽ പറയുന്നത്. ഇവിടെ ഒരു ചിത്രമുണ്ട്. ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ അനുമോദിക്കുകയാണ് അല്ലേ. ഈ കുട്ടിക്ക് എന്തോ ഒരു നേട്ടം ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഹഫ്ലു തക്രീം എന്നാണ് 1-ാമത്തെ പാഠത്തിൻ്റെ പേര്. ഹഫ്ലു തക്രീം എന്ന് പറഞ്ഞാൽ ആദരിക്കൽ ചടങ്ങ്. ആരെയാണ് ആദരിക്കുക? ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടം ലഭിച്ചാൽ അവരെ നമ്മൾ ആദരിക്കും. ഏതെങ്കിലും വലിയ പരീക്ഷ പാസ്സായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മത്സരത്തിൽ വിജയിച്ചു, അങ്ങനെയൊക്കെയുള്ള ആളുകളെ നമ്മൾ ആദരിക്കും. അങ്ങനെ ഒരു കുട്ടിയെ ആദരിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഹഫ്ലു തക്രീം, ആദരിക്കൽ ചടങ്ങ്. ഹഫ്ലു തക്രീം സൈനബ്, സൈനബിനെ ആദരിക്കൽ ചടങ്ങ്. അപ്പോൾ ആരെയാണ് ഇവിടെ ആദരിക്കുന്നത്? സൈനബിനെ. സൈനബ് ആരാണ്? സൈനബ് MBBS പാസ്സായ ഒരു പെൺകുട്ടിയാണ്. MBBS നമുക്കറിയാം അല്ലേ, ഡോക്ടറാകാനുള്ള കോഴ്സാണ് MBBS. അങ്ങനെ സൈനബ് ആരായി? ഡോക്ടറായി. അതുകൊണ്ട് സൈനബ് പണ്ട് പഠിച്ച സ്കൂളിൽ വെച്ച് ആദരിക്കുകയാണ്. ഓക്കെ, ഒരു നോട്ടീസാണിത്. സ്കൂൾ പുറത്തിറക്കിയൊരു നോട്ടീസ്. ഇത് നമുക്ക് വായിച്ചു നോക്കാം. സൈനബിനെ ആദരിക്കുന്ന ആ ചടങ്ങിനെ കുറിച്ച് ഉണ്ടാക്കിയ നോട്ടീസ്. നദ്ഉക്കും, നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു, മാ ഫറഹിൻ വ സുറൂരിൻ, സന്തോഷത്തോടെ, ഇലാ ഹഫ്ലിൻ ഖാസിൻ, പ്രത്യേകമായൊരു ചടങ്ങിലേക്ക്, ബി തക്രീമി ത്വാലിബത്തി സൈനബ്, സൈനബിനെ ആദരിക്കാനുള്ള, ഈ സ്കൂളിലെ പണ്ടത്തെ വിദ്യാർത്ഥിനിയായിരുന്ന സൈനബിനെ ആദരിക്കാനുള്ള പ്രത്യേകമായ ചടങ്ങിലേക്ക് സന്തോഷത്തോടെ നിങ്ങളെ ക്ഷണിക്കുന്നു. അപ്പം സൈനബിനെ ആദരിക്കുകയാണ് സ്കൂളിൽ വെച്ച്. സ്വാറത്തിൽ ആന തൊബീബത്തൻ, അവളിപ്പോൾ ഡോക്ടറായിരിക്കുന്നു. സ്വാറത്ത്, അവളായിത്തീർന്നു. അൽ ആന, ഇപ്പോൾ. തൊബീബത്തൻ, ഡോക്ടർ. അതുകൊണ്ടാണ് അവളെ ആദരിക്കുന്നത്. ഹാദൽ ഇൻജാസു, ഈ നേട്ടം. ഇൻജാസ് എന്ന് പറഞ്ഞാൽ നേട്ടം. ഹാദൽ ഇൻജാസു, ഈ നേട്ടം. ഫഹ്റുൻ ലി മദ്രസത്തിന വ ഖറിയത്തിന, നമ്മുടെ നാടിനും നമ്മുടെ സ്കൂളിനും അഭിമാനമാണ്. ഹാദൽ ഇൻജാസു ഫഹ്റുൻ, ഈ നേട്ടം അഭിമാനമാണ്. ലി മദ്രസത്തിന, നമ്മുടെ സ്കൂളിനും, വ ഖറിയത്തിന, നമ്മുടെ നാട്ടിനും. യുഷാരിക്കു ഉളുവുൽ മജ്ലിസ് തശ്രീഇ വ റഈസുൽ മജ്ലിസിൽ ഖറവി ഫിൽ ഹഫ്ലി, ഈ യോഗത്തിൽ MLAയും പഞ്ചായത്ത് പ്രസിഡന്റും പങ്കെടുക്കുന്നുണ്ട്. യുഷാരിക്കു, പങ്കെടുക്കുന്നു. ഉളുവുൽ മജ്ലിസി തശ്രീഇ, MLA. വ റഈസുൽ മജ്ലിസിൽ ഖറവി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഫിൽ ഹഫ്ലി, ഈ യോഗത്തിൽ. അതുകൊണ്ട് എല്ലാവരും യോഗത്തിന് പങ്കെടുക്കണം എന്നൊരു നോട്ടീസ് സ്കൂൾ പുറത്തിറക്കി. ഇനി ഇവിടെ ആ താരീഖ് എന്ന് കാണുന്നുണ്ട്. താരീഖ് എന്താണ്? ഡേറ്റ്. യോഗം നടക്കുന്ന ഡേറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സമാനിയത്തും വൈഷറൂന ഫെബ്രുവരി 28. എപ്പോഴാണ് ആദരിക്കൽ ചടങ്ങ് നടക്കുന്നത്? ഫെബ്രുവരി 28-ാം തീയതി. അടുത്തത് അൽ വഖ്ത്. വഖ്ത് എന്ന് പറഞ്ഞാൽ എന്താ? സമയം. എത്ര മണിക്കാണ്? സാലിസത്തു മസാഅൻ, വൈകുന്നേരം 3 മണിക്ക്. അൽ മകാൻ, സ്ഥലം. എവിടെ വെച്ചാണ് യോഗം നടക്കുന്നത്? ഖാഅത്തുൽ മദ്രസത്തി, സ്കൂൾ ഓഡിറ്റോറിയം അല്ലെങ്കിൽ സ്കൂൾ ഹാളിൽ, സ്കൂളിൻ്റെ ഹാളിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ 28-ാം തീയതി 3 മണിക്കേക്ക് എല്ലാവരും സ്കൂൾ ഹാളിൽ എത്തിച്ചേരുക. നർജു മുഷാറക്കത്തക്കും, നിങ്ങളുടെ പങ്കാളിത്തം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഫി ഹാദൽ യോമി സഈദി, ഈ സന്തോഷകരമായ ദിവസത്തിൽ, യോഗം നടക്കുന്ന സന്തോഷകരമായ ദിവസത്തിൽ നിങ്ങളെല്ലാവരും എത്തിച്ചേരണം. ലജ്നത്തുൽ മുദർരിസീന വൽ ഔസിയ, PTA. ലജ്നത്തുൽ മുദർരിസീന വൽ ഔസിയ എന്ന് പറഞ്ഞാൽ എന്താ? PTA, അതായത് സ്കൂളിലെ ടീച്ചേഴ്സും രക്ഷിതാക്കളും ഒക്കെ കൂടെയുള്ളൊരു കമ്മിറ്റിയാണത്, PTA. അവരാണ് ഇത് നടത്തുന്നത്. കുട്ടികളെ ഉമ്മ. അപ്പോൾ PTA ആണ് ഈ യോഗം സംഘടിപ്പിക്കുന്നത്. ഇതാണ് നോട്ടീസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇനി 2-ാമത്തെ പാഠം. അൻ നജാഹു ഫിൽ ജിദ്ദി,
അൻ നജാഹു ഫിൽ ജിദ്ദി, വിജയം പരിശ്രമത്തിലാണ്. നമ്മൾ വിജയിക്കണമെങ്കിൽ പരിശ്രമിക്കണം. വെറുതെ ആരെങ്കിലും വിജയിക്കോ? ഇല്ല. നന്നായി പഠിക്കുകയും പരിശ്രമിക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. അങ്ങനെ ഇതാണ് നമ്മുടെ സൈനബ്. ഇവളാണ് ഡോക്ടറായത്. അവൾ സ്കൂളിലെത്തി. 28-ാം തീയതി സ്കൂളിലെത്തിയപ്പോൾ സ്കൂളിലെ കുട്ടികളൊക്കെ അവൾക്ക് ചുറ്റും കൂടി. എന്നിട്ട് കുട്ടികൾ അവളോട് കുറേ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അത് നമുക്ക് വായിച്ചു നോക്കാം. ആദ്യം അത്തുല്ലാബ് എല്ലാവരും കൂടെ മസാ ഉൽ ഖൈർ, ഗുഡ് ഈവനിങ് എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ സൈനബ് മസാ ഉന്നൂർ, ഗുഡ് ഈവനിങ്. ജസീൽ എന്ന കുട്ടി ചോദിക്കുകയാണ് സൈനബിനോട്, കൈഫ അസ്ബഹത്തി തൊബീബത്തൻ, നിങ്ങൾ എങ്ങനെയാണ് ഡോക്ടർ ആയത്? അത് കുട്ടീൻ്റെ പേരാ. കൈഫ അസ്ബഹത്തി തൊബീബത്തൻ, തന്നെ. നിങ്ങൾ എങ്ങനെയാണ് ഡോക്ടർ ആയിത്തീർന്നത്? അസ്ബഹ മീൻസ് ആയിത്തീർന്നു. അപ്പോൾ സൈനബ് പറയുകയാണ്, തഅല്ലംതു ജയ്യിദൻ ഫിൽ മദ്രസത്തി, ഞാൻ സ്കൂളിൽ വെച്ച് നന്നായി പഠിച്ചു. തഅല്ലംതു ഞാൻ പഠിച്ചു, ജയ്യിദൻ നന്നായിട്ട്, ഫിൽ മദ്രസത്തി സ്കൂളിൽ വെച്ച്. സുമ്മ ഇൽതഹഖ്തു ബി കുല്ലിയത്തി തിബ്ബി, പിന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ ചേർന്നു. സുമ്മ പിന്നെ ഇൽതഹഖ്തു ഞാൻ ചേർന്നു, ബി കുല്ലിയത്തി തിബ്ബി, ബി കുല്ലിയത്തി തിബ്ബ് മെഡിക്കൽ കോളേജിൽ. കുല്ലിയത്ത് എന്ന് പറഞ്ഞാൽ കോളേജ്, തിബ്ബ് മെഡിക്കൽ മെഡിസിൻ. കുല്ലിയത്തു തിബ്ബ് മെഡിക്കൽ കോളേജിൽ ഞാൻ ചേർന്നു. ഡോക്ടറാകാൻ വേണ്ടി മെഡിക്കൽ കോളേജിലാണ് പഠിക്കുക. ഫ അസ്ബഹത്തു തബീബൻ, അങ്ങനെ ഞാൻ ഡോക്ടറായി തീർന്നു. അപ്പോൾ നന്നായി പഠിച്ചാൽ നമുക്കും എന്ത് ചെയ്യാം? മെഡിക്കൽ കോളേജിലൊക്കെ പഠിച്ച് ഡോക്ടറാകാം. അപ്പോൾ മനു ചോദിക്കുകയാണ്, ലിമ അഹബത്തി തിബ്ബ, നിങ്ങൾ എന്തുകൊണ്ടാണ് മെഡിസിൻ ഇഷ്ടപ്പെട്ടത്? ഒരു ഡോക്ടറാകാൻ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? എത്ര ജോലിയുണ്ടല്ലേ. ഡോക്ടറായാൽ മാത്രമാണോ കാര്യം? അല്ല, ഏത് ജോലിയും ചെയ്യാം. ഡോക്ടറാകാം, അധ്യാപകനാകാം, പിന്നെ ഡ്രൈവറാകാം, അങ്ങനെ പല ജോലികളും ചെയ്യാൻ പറ്റും. അപ്പോൾ സൈനബ് പറയുകയാണ്, അഹ്ബബ്തു ത്വബീബ വൽ മുമരിളത വ ഖിദ്മതഹുമാ മുൻദു സിഗരി, ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഡോക്ടർമാരെയും അതേപോലെ നഴ്സുമാരെയും ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ ഡോക്ടറിനോടും നഴ്സിനോടും ഒക്കെ ഇഷ്ടമായിരുന്നു. അഹബബ്തു ഞാൻ ഇഷ്ടപ്പെട്ടു, ആ ത്വബീബ ഡോക്ടറെ, വൽ മുമരിളത നേഴ്സിനെയും, വ ഖിദ്മതഹുമ അവരുടെ സേവനത്തെയും. ഖിദ്മത്ത് എന്ന് പറഞ്ഞാൽ സേവനം. ആ ഡോക്ടറിൻ്റെയും നഴ്സിൻ്റെയും ഒക്കെ സേവനം എനിക്കിഷ്ടമായിരുന്നു. മുൻദു സിഗരി ചെറുപ്പം മുതലേ. സിഗർ മീൻസ് ചെറുപ്പം. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഡോക്ടറും നഴ്സും ഒക്കെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഡോക്ടറാകാൻ തന്നെ തീരുമാനിച്ചത്. അപ്പോൾ മഞ്ജു ചോദിക്കുകയാണ്, അബൂക്കി തൊബീബുൻ, നിങ്ങളുടെ ഡോക്ടർ, നിങ്ങളുടെ ഉപ്പ ഡോക്ടറാണോ? അബൂക്കി നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ ഉപ്പ തൊബീബുൻ ഡോക്ടറാണോ? അപ്പോൾ സൈനബ് പറയുന്നു, ല അല്ല, ഹുവ സവ്വാഖുൻ, അദ്ദേഹം ഡ്രൈവറാണ്. സവ്വാഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രൈവർ. എൻ്റെ ഉപ്പ ഒരു ഡ്രൈവറാണ് എന്ന് പറയുന്നു. അപ്പോൾ ജിനാൻ എന്ന കുട്ടി ചോദിക്കുകയാണ്, മാഹി നസീഹത്തുക്കില്ലന, നിങ്ങൾക്ക് ഞങ്ങളോടുള്ള ഉപദേശം എന്താണ്? എന്ത്? മാഹിയ എന്ത്? മാഹിയ നസീഹത്തുക്കി, നിങ്ങളുടെ ഉപദേശം എന്താണ്? ലന ഞങ്ങളോടുള്ള. അപ്പോൾ സൈനബ് പറയുന്നു, തഅല്ലമു ജയ്യിദൻ, നിങ്ങൾ നന്നായി പഠിക്കുക. തഅല്ലമു നിങ്ങൾ പഠിക്കുക, ജയ്യിദൻ നന്നായിട്ട്. ഹുനാക ഫുറസുൻ കസീറത്തുൻ, ധാരാളം അവസരങ്ങളുണ്ട്. ഫുറസുൻ എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ, കസീറത്തുൻ ധാരാളം അവസരങ്ങളുണ്ട്. ലി ഖിദ്മത്തിന്നാസ് ജനങ്ങളെ സേവിക്കാൻ, ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ ധാരാളം അവസരങ്ങളുണ്ട്. മിസൽ അൽ മുഹന്ദിസ് എഞ്ചിനീയറെ പോലെ, വൽ മുഹാസിബ് അക്കൗണ്ടന്റ് പോലെ, വ ഷുർത്തി പോലീസ് പോലെ, അങ്ങനെ ഒരുപാട് ജോലികളുണ്ട് അല്ലേ. എല്ലാ ജോലികളും ജനങ്ങളെ സേവിക്കൽ തന്നെയാണ് അല്ലേ. അതുകൊണ്ട് ഇങ്ങനെ പലതരം ജോലികളുമുണ്ട്. ആ ജോലികളൊക്കെ കിട്ടണമെങ്കിൽ തഅല്ലമു ജയ്യിദൻ, നിങ്ങൾ നന്നായി പഠിക്കണം. ഫൻ നജാഹു വിജയം, ഫിൽ ജിദ്ദി ദായിം സ്ഥിരമായ പരിശ്രമത്തിലൂടെയാണ്. ഫൻ നജാഹു വിജയം എങ്ങനെയാണ് കിട്ടുക? ഫിൽ ജിദ്ദി പരിശ്രമത്തിലാണ്, ദായിം സ്ഥിരമായിട്ടുള്ള. എപ്പോഴെങ്കിലും പരിശ്രമിച്ചാൽ മതിയോ?
പോരാ, എല്ലാ ദിവസവും സ്ഥിരമായി പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിക്കുന്നവരാണ് വിജയിക്കുക. അപ്പൊ തുല്ലാബ് എന്ന് പറഞ്ഞു ശുക്രൻ, താങ്ക് യു സൈനബ്, അഫ്വൻ. അങ്ങനെ അവരുടെ ആ സംഭാഷണം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.